ഇസ്രായേൽ കടന്നാക്രമണം യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം. ഇസ്രായേൽ ഇറാനു നേരെ നടത്തുന്ന ആക്രമണം പ്രവാസികളെയും പ്രവാസി കുടുംബങ്ങളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഉസ്മാൻ പൂളക്കോട്ട് പറഞ്ഞു. പ്രവാസി സംഘം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി കുറ്റിപ്പുറത്ത് സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണമെന്ന് നേതാക്കൾ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടർന്നാൽ പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും പ്രതിസന്ധിയിലാകും. എണ്ണവിലയിലുണ്ടാകുന്ന മാറ്റം തൊഴിൽ രംഗത്തും യാത്രാരംഗത്തും ഉണ്ടാകുന്ന തടസ്സങ്ങൾ കേരളത്തിനും ബാധിക്കും. ധാരാളം മലയാളികൾക്കുള്ള ഇടമാണ് ഇസ്രായേലും ഇറാനും. ജനങ്ങളെ കൊന്നൊടുക്കുന്ന നയങ്ങൾക്കെതിരെ കേരള പ്രവാസി സംഘം ശക്തമായി പ്രതിഷേധിക്കുന്നു. യുദ്ധത്തിന്റെ ഭീഷണിയിലാണ്. യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ലാഭം മാത്രം ലക്ഷ്യം കാണും, ലാഭം മാത്രം ലക്ഷ്യം കാണും, ലാഭം മാത്രം ലക്ഷ്യം കാണും. വളരെ ബഹുമാന്യരായിട്ടുള്ള പ്രവാസി സംഘത്തിന്റെ ഏരിയയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രവാസി സംഘത്തിന്റെ ഈ യുദ്ധവിരുദ്ധ റാലി കണ്ടുകൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറത്തുള്ള ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, കേരള പ്രവാസി സംഘം ജൂൺ 25-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുറ്റിപ്പുറം ടൗണിൽ കേരള പ്രവാസി സംഘത്തിന്റെ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തില് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമല്ല പ്രശ്നം. ഈ പ്രസ്ഥാനം ഈ രാജ്യത്തോടും ഈ നാടിനോടും പറയുന്ന വിഷയത്തിന്റെ ക്വാണ്ടിറ്റിയാണ് നാം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 9 നാളുകളായിട്ട് ലോകം വലിയ അങ്കലാപ്പിലാണ്, വലിയ ഭയപ്പാടോടെയാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. ഒരു സുപ്രഭാതത്തിൽ 13-ാം തീയതി വെള്ളിയാഴ്ച സുപ്രഭാതത്തില് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടി രാജ്യമായിട്ടുള്ള ഇസ്രായേല് അവര് ബോംബാക്രമണം നടത്തുകയാണ്. ഈ മാസം കഴിഞ്ഞ 15-ാം തീയതി ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്ന സമയത്താണ് പൊടുന്നനെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയിലാകെ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ഈ കേരളത്തിനടക്കം 1 കോടിയിലധികം വരുന്ന മനുഷ്യര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറെ വരുന്ന വിദ്യാർത്ഥികള് വിവിധ രാജ്യങ്ങളില് വിവിധ കോഴ്സുകൾ എടുത്ത് പഠിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും മറ്റാക്രമണങ്ങളും ഈ രാജ്യത്തെ ആകെ, കേരളത്തെ അടക്കം വലിയ രീതിയിലുള്ള പ്രയാസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കേരള പ്രവാസി സംഘം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ഒന്നിനും ഒരു അറുതി വരുത്തുകയില്ല, യുദ്ധം സമാധാനത്തിന് ഭംഗം വരുത്തുന്നതാണ്. അതുകൊണ്ട് ഒരു 3-ാം ലോകമഹായുദ്ധം ഈ നാട്, ഈ ലോകം ആഗ്രഹിക്കുന്നില്ല. അതിന് ഇസ്രായേലിനെ പിടിച്ചുകെട്ടുന്നതിനാവശ്യമായിട്ട് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഒന്നിക്കണമെന്നാണ് കേരള പ്രവാസി സംഘം പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ ഇസ്രായേലിനോടും അമേരിക്കയോടും ചങ്ങാത്തം പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടെ കീഴിൽ ഭരണം നടത്തുന്നത്. ആ ഇസ്രായേലിനോടും അമേരിക്കയോടും ചങ്ങാത്തം പുലർത്തുന്ന നരേന്ദ്രമോദിയുടെ സമീപനം അവസാനിപ്പിക്കണമെന്നാണ് കേരള പ്രവാസി സംഘം പറയുന്നത്. ഇന്ന് രാവിലെ അമേരിക്കയും അവരുടെ വലിയ ബോംബ് വർഷിച്ചുകൊണ്ട് 3 ആണവ കേന്ദ്രങ്ങളെ ഇറാനിൽ തകർത്തിരിക്കുകയാണ്. അപ്പൊ അമേരിക്കയും ലോക ചട്ടമ്പിയായിട്ടുള്ള ഇസ്രായേലും ഒന്നിച്ചു നിന്നുകൊണ്ട് പശ്ചിമേഷ്യ ആകെ തകർത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന രീതിയിലേക്ക് പോകുമ്പോ മതനിരപേക്ഷവാദികളാകെ, ജനാധിപത്യ ബോധമുള്ളവരാകെ, സാംസ്കാരിക സമ്പന്നരായ മനുഷ്യരാകെ ഈ 2 രാജ്യങ്ങൾക്കെതിരെ അണിനിരക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. 3/4 നൂറ്റാണ്ട് കാലമായി പലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യര് ജീവിക്കാൻ പ്രയാസപ്പെടുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെയാണ്
കൊല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 3 വർഷമായി ഉക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്നിട്ട് പറഞ്ഞത് 24 മണിക്കൂർ കൊണ്ട് ഉക്രൈൻ 3 വർഷമായി മുന്നോട്ട് പോകുന്ന യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞെങ്കിൽ മറ്റൊരു യുദ്ധം കൂടി എങ്ങനെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇറാനില് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയ ആക്രമണത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും ലോകത്തിന് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന്, നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് ജോലിക്ക് പോയ പാവപ്പെട്ട മനുഷ്യരുണ്ട്, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഭരണകൂടം, യൂണിയൻ ഭരണകൂടം തയ്യാറാകണമെന്നാണ് കേരള പ്രവാസി സംഘം പറയുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഇത്തരം ചെറിയതും വലിയതുമായ കൂട്ടായ്മയില് ഈ നാട്ടിലെ മുഴുവൻ യുദ്ധവിരുദ്ധ മനുഷ്യരും, യുദ്ധത്തെ ആഗ്രഹിക്കാത്ത, ലോകത്ത് സമാധാനം കാക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. പ്രതിഷേധ റാലി സംസ്ഥാന കമ്മിറ്റി അംഗം KK പ്രീതി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P മുഹമ്മദ് അലി, സൈനുദ്ദീൻ കക്കാട്ടിൽ, വിജയൻ മേലെപ്പാട്, സുബ്രഹ്മണ്യൻ NP, മുസ്തഫ അത്തിപ്പറ്റ, ബാലകൃഷ്ണൻ നടുവട്ടം, ഹുസൈൻ കമ്പാല, ഷാഫി പള്ളിയലിൽ, C രാജൻ, LC മെമ്പർ ഷാഫി പേരശ്ശനൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം.